നമസ്കാരം. രാമായണ പാരായണത്തിലെ 8ാമത്തെ ദിവസമാണ്. അപ്പോൾ 8ാമത്തെ പേജുകൾ വായിക്കുകയാണ്. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദിരമതമാം രാമ രാമ ശ്രീരാമ ഹൃദിരമതമാം രാമ രാമ ശ്രീരാഘവാത്മാവായ രാമ ശ്രീരാമ രമാപതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൃദാനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോട് പടഞ്ഞു തുടങ്ങിനാൾ. വനയാത്ര. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയ അരുൾ ചെയ്തു കൈകേയിയാകിയ മാതാവോടു തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിലെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടത് വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവേറെ നൽകിനാളമ്മയും ധ്യാനവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനത് നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിൽ എനിക്കുന്നതുള്ളതറിവാനായി തക്ഷണേ ലജ്ജയോ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിത് ഗാഠമൊടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗലദേവതാവല്ലഭൻ രാഘവ നിങ്കിതജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നൊന്നും നേടിനാൻ എന്നത് കണ്ടൂരു രാജധാനങ്ങളും മന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി കോപേന ഭർസിച്ചു കൈകേയി തന്നോട് താവേന ചൊല്ലിനാൻ എന്തിത് തോന്നുവാൻ. ദുഷ്ടേ നിശാചരീ ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ രാമൻ വനത്തിന് പോകണമല്ലോ താമസശീലേ വനത്തെ വരിച്ചു നീ ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയതെന്തോ ഒരു കാരണം. ഭക്ത്യാ പതിവ്രതയായൊരു ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ
സർവാഭരണഭൂഷിതയാഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചിരിച്ചിടുകന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശാരഥൻ നത്വാ സമുദ്രരോടേവമരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക, രാജീവ നേത്രപ്രയാണായ സത്വരം. ഇത്തമുക്ത്വാ രാമവക്ത്രാംബുജം പാർത്ത് പുത്രാഹാരാമ സൗമിത്രേ ജാനകി. രാമ രാമ ത്രിലോകാഭിരാമാംഗ ഹാ മമ പ്രാണസമാന മനോഹരാ. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാം വഴിഞ്ഞു കരയുന്നതും നേരം. തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ വിരവിൽ നീ, നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാ വല്ലഭനാകിയ രാമനും. മനസ്സദേഹഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണചാപാസി തൂണിരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനെപ്പോൾ സുമന്ത്രരാകുമാകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ ഭൂപനും. നിൽക്ക നിൽക്കെന്നു ചൊല്ലാൻ രഘുനാഥനും. ഗച്ഛ ഗച്ഛേ തിവേകാലു ചെയ്തത് നിശ്ചലമായി ഇത് ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണു ഭൂതലെ. ശ്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ട തിഷ്ട പ്രഭോ രാമദിയാനിധി, ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ. ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം വിലപിച്ചത ചൊന്നാൻ പരിചാരകര് മോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ട് ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്ന് നിർണയം എന്നത് കേട്ടു ഒരു ഭൃത്യജനങ്ങളും. മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാരന്നേരം. വന്നൂരു ദുഃഖേന മോഹിച്ചു വീണത് പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീ യാത്രമുപജീവനം ചെയ്തു. ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തിയെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായൊരു. ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൂക്കു. ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേ വരും. മാനസത്തെങ്കൽ ഉറപ്പിച്ചു മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ട്. ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലയ്ക്കയുമില്ലിവർ. കാര്യത്തിന് വരും വിക്രമെന്നാൽ ഇവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതിന് ബോധമില്ലിപ്പോൾ. ഇനി ഉണരും മുമ്പേ പോകനാം ഇപ്പോഴേ കൂട്ടുകാതേരുന്നു. രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ചിതന്നേരം. രാഘവന്മാരും ജനകതനൂജയും തേരേലേറിയിടിനാരേതു മറിഞ്ഞില്ല.
പൗരജനങ്ങൾ അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരാവാസികളെല്ലാം പിറ്റന്നാൾ തങ്ങളുണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്ന് കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരം പൂക്കുമേവിനാർ. സീതാസമേതം രാമനൻ സന്തതം ചേതസ് ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്ന് ചിത്തശുദ്ധ്യാവസിച്ചിടിനാരേവരും. മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം പോക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവരേ വിദൂരേ മരുവീടിനാർ. ദാശരഥിയും വിദേഹതനൂജയും ശിംശപാമൂലേ സുഖേന വാണീടിനാ. ഗുഹ സംഗമം. രാമാഗമനമഹോത്സവമെത്രയും മാമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമസ്സൊടു ഭക്തിയൈവസത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം വന്ദേതരം കുശലപ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ട് ഗുഹനുമരൂര ചെയ്തു. ധന്യനായി നടിയ നിന്ന് കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യമിതുമോരും ദൂഷണഹീനമധീനമല്ലോ തവ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിരുവടി സന്തതമത്ര വസിച്ചരുളീടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണ മന്ദർമുദാ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്കനീ വാക്യം മതീയം മമസഖേ. സൗഖ്യമതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്ന് മന്യേ കഴിവോളം. രാജ്യം മമൈതദ്ഭവാൻ മത്സഖിയല്ലോ. പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകുകയും വേണ്ട. കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടു കലർന്നു രഘുത്തമൻ. ശുദ്ധവടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായൊരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരമാസ്ത്രിതമായ തൽപലസ്ഥലേ പാനീയമാത്രവശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൾ. പ്രസാദമൂർത്തനിവര്യങ്കേതാപുര വാസവും ചെയ്തുറങ്ങിയിടുന്നത് പോലെ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോട് കൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നത് കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കനേത്രേന കണ്ടീലയോ സഖി. പർണതൽപേ ഭുവിതാരുമൂലേ കിടന്നർന്നോജനേത്ര ഉറങ്ങുമാറായത്.
സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറിപ്പ് ഉള്ളും മുന്നമിക പല്ലവല്യംഗസിന്നീവനാന്തരെ ശ്രീരാമദേവനുമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധരചിത്തമാസ്തായ കേകേയി ഞാൻ അന്ധമഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാഗുഹോക്തികൾ ഇത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാ. ഭദ്രമതേ ശൃണുമധ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ ഗോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാഗോഭിഹേതുസഖേ. പൂർവജന്മാർച്ചിത കർമ്മമത്രേ ഭുവി ലോക സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിൻ ആരും ഉൾക്കാമ്പിലോർത്തു കണ്ടീലില്ല ഹൃദയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവൃഥ തോന്നുന്നത് ജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല. ബുധന്മാർക്കതേതുമേ ഞാനിതിൻ നിന്നു കർത്താവെന്നു തോന്നുന്നു. മാനസദാരു വൃഥാഭിമാനേനകീൾ ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ. ഭോഗങ്ങളും നിജകർമാനുസാരികൾ മിത്രാരുദാസീനബാന്ധവ വിദ്വേഷ മധ്യസ്ഥ സഹൃജന ഭേദബുദ്ധിപ്രമം. ചിത്തമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ യഥാ. ദുഃഖസുഖം നിജകർമ്മവശകത മുഖിയുമുൾ എന്നുൾക്കാമ്പുകൊണ്ട് നിനച്ചതിൽ യദ്യഗതം തത്ര കാലാന്തരെ തത്തൽ ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദഹർഷാദികൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദയേ. മർത്യദേഹം പുണ്യചാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സുഖദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും മാകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സേ ചിന്തിക്കലെത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവന് മുണ്ടു ജലഭംഗം എന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വചനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തത് തന്നെ വരുമ്പോഴും ദുഷ്ടനാമാത്മനാമരുവുന്നു ബുധജനം. ദുഷ്ടമെല്ലാം മഹാമായേതി ഭാവന. യുദ്ധം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിത് സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്യം ദ്രോണികാസമാരുഹ്യ താം സൗമിത്രണാ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവവീരാ മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കൈയും പിടിച്ചു കരേറ്റി ഗുഹനുടെ
കയ്യും പിടിച്ചു താനും കരേറിനാൽ ആയുധമെല്ലാം എടുത്ത് സൗമിത്രിയുമായതമായൊരു തോണി കരേറിന. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചത് തോണിയും മംഗലാഭാംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൽ ഇങ്ങ് വന്നാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തുകൂടാതെ. ദക്ഷാരിവല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്തിരിച്ചിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവതിനടിയന്നുമുഴാടൽ കൂടാതെ എനിക്ക് നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലായിലേനാംഗ ബിംബാനന ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവവും അരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടൂ നീ സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്ത് ചിത്തമോദീനഗാഢാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകുന്നയച്ചു രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്ത് മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പൂക്കു ചിന്തിച്ചു മരുവിന. ഭരദ്വാജാശ്രമപ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടൊരു മൃഗത്തെ കൊന്നു. സാദരം ഭക്ത്വാ സുഖേന വസിച്ചത് പാദപമൂലേതലാഠ്യതൽപസ്ഥലേ. മാർത്താണ്ഡദേവ ദേവനു ഉദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു. ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നൊരു നേരത്ത് തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവ നിപ്പൊഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനുണ്ട് തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നതി തുടജാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചൊന്നാപോക സന്തോഷമോട് ചൊല്ലിയിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രന് ദാശ്രിതവത്സല വാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജൻ ഇത്തം സമുത്ഥായ ഹസ്തേ സമാദായ സാർക്ഷ്യവദ്യാദീൻ ഗത്വാ രഘുത്തമ സന്നിധൗ സത്വരം ഭക്തൈവ പൂജയിത്വാ സകലക്ഷണം. ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം ദൃഷ്ട്യാ പരമാനന്ദബ്ധൗ മുഴുകിനാൻ. ദാശ്രതീന്ദ്ര ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യാനുജാന്വിതം. ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനന്ദമേ എന്നരുളി ചെയ്തു. പാദരജസാ പവിത്രമാക്കിയിടു നീ വേദാത്മകമോ വർണ്ണശാലമിമാം. ഇക്തമുക്തോടജമാനീയ സീതയാ സത്യസ്വരൂപം സഹജാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു. നിന്നോട് സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കവേ
ജ്ഞാതം മയാ തപോദന്തം രഘുപതി ഭൂതമാകാമികം വാ വരുണാകരുണാനിധി. ഞാൻ അറിഞ്ഞേൻ പരമാത്മാവാൻ കാര്യ മാനുഷനായതുമായ ഭൂതലേ. ബ്രഹ്മണാ പണ്ട് സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായത് ഏതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞീടിനീ നിന്നതിനെന്നടൂ. ജ്ഞാനദൃഷ്ട്യാധവധ്യാനൈകജാതയ ജ്ഞാനമൂർത്തി സകലതേതും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. ശ്രീപതിരാഘവൻ വന്ദിച്ചു സാദരം താപസ ശ്രേഷ്ഠനോടവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളൂര് ഞങ്ങളെ ചിത്തമോദത്തോടെ അനുഗ്രഹിക്കണമേ. യുദ്ധമന്യോന്യം ആഭാഷണവും ചെയ്ത് തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി. വാൽമീകി ആശ്രമപ്രവേശം. ഉത്ഥാനവും ചെയ്തു ഷസ്സി മുനിവര പുത്രരായുള്ള കുമരകന്മാരുമായി ഉത്തമയായ കാളന്തി നദിയും മുത്തീരിതാവസാദിഷ്ടൻ മാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിരുജവാൽ. തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുല സങ്കുലം കേവലം നാനാ മൃഗദ്വിജാകീർണം മനോഹരം ഉത്തമ വൃക്ഷലതാപരിശോഭിതം നിത്യകുസുമഫല ദലസംയുതം. തത്ര ഗത്വാ സമാസീനം മുനികുല സത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം കോമനമോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരേക്ഷണ മിന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം ബാണതൂണീരഥധനോദ്ധരം വിവിഷ്ടവി ത്രാണനിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോ പ്രീതം രഘുത്തമം. മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലക്ഷണനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നീടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗത് പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടർഘ്യപാത്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുരമധു ഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു. താതജ്ഞയാ വനത്തിന്ന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, വേദാന്തി നാം ഭഗവതാമറിയാമല്ലോ. യാതൊരിടത്ത് സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. ഇദ്ദിക്കിലൊട്ടു കാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശ മഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്ന് കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണമരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥല മങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിരുന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേനതേ വസിപ്പാനുള്ള മന്ദിരവാക്യ വിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി തന്നെ ഭജിപ്പവർ നമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസ മന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം.
നിത്യവും നിന്നെ ശരണമായി പ്രാർത്ഥിച്ചു. നിർദ്വന്ദ്വരായി, നിസ്പൃഹരായി, നിരീഹരായി, ത്വന്മന്ത്രജാപകരായുള്ള മനുഷ്യർ തന്മന പങ്കജം തേ സുഖമന്ദിരം, ശാന്തന്മാരായി നിരഹങ്കാരികളുമായി, ശാന്തരാഗദ്വേഷമാനസന്മാരുമായി, ലോഷ്ടാശ്മകഞ്ജനതുല്യവതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു. നിങ്കലേ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി വരുന്നവർ മനസ്സം സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടു. ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കോ കിലോ ദേഹത്തിനേയുള്ളൂ. ശുത്രുദ്ഭവ സുഖദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കലെന്നാത്മാവിനില്ലേതും ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിദഗ്നം വേദസ്വരൂപമനന്തവേഗം സദാ വേദാന്തവേദ്യവാദ്യം ജഗൽക്കാരണം നാദാന്തരൂപം പരം ബ്രഹ്മമച്യുതം സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരമാത്മാനവലേപകം വാസുദേവം വരദം വരണ്യേം ജഗദ്വാസിനാത്മാത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസംശയം വസിച്ചിടുക ശ്രീപദേ. സന്തതാഭ്യാസ ദൃഢീകൃതചേതസ സന്തതം ത്വൽപാദസേവാരതാത്മനാം സന്തതം ത്വനാമമൃതജപശുചി സന്തോഷചേതസ ഭക്തിദ്രവാത്മനാ അന്തർഗതനായി വസിക്കുന്നീ സീതയാ ചിന്തിത ചിന്താമണി ദയാവാരിധേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമഹൃദി രമതമാം രാമ രാമ, ശ്രീരാഘവാത്മാ രമ, ശ്രീരാമ രമാപദേ. ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ. ഇതോടുകൂടി 8-ാം ദിവസത്തെ പേജുകൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.